പെൺകുട്ടികൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് പിന്നീട് അവര് പ്രഗ്നന്റ് ആവും. ഇങ്ങനെ ന്യൂജൻ കുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ശീലങ്ങളുണ്ടാവും. ഭക്ഷണത്തിലായാലും അവരുടെ ചിന്തകളിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വരേണ്ടത്. പണ്ടത്തെ സ്ത്രീകളോടൊക്കെ അമ്മമാര് പറഞ്ഞാൽ കേൾക്കും. പക്ഷെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളോടൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് വാശിയും പിടിവാശിയും ഒക്കെ ഉള്ളവരായിരിക്കും. അപ്പൊ പക്ഷെ നമ്മള് വളരെ ശ്രദ്ധിക്കണം. ഈ പ്രഗ്നന്റായ പെൺകുട്ടി ഒരാളല്ല, രണ്ടുപേരാണ്. അപ്പൊ ന്യൂജൻ കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവരുടെ ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചായിരിക്കും നടന്നിട്ടുണ്ടാവുക. അപ്പൊ അതിലൊക്കെ കുറച്ച് മാറ്റം വരുത്തണം. കാരണം ഈ പാതി വെന്ത മാംസങ്ങളൊന്നും കഴിക്കരുത്. പാതി വെന്ത മാംസം പരമാവധി ഒഴിവാക്കണം. പിന്നെ പാതി വെന്ത മുട്ട, ഇപ്പൊ പുൾസൈയൊക്കെ കഴിച്ചിട്ടുണ്ടാവും ഇഷ്ടം പോലെ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വെള്ളം ധാരാളം കുടിക്കണം. പിന്നെ പഴങ്ങളും പച്ചക്കറികളും നല്ല രീതിയിൽ തന്നെ കഴിക്കണം. വൃത്തിയും ശുചിത്വവും അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊക്കെ കൃത്യമായിട്ട് തന്നെ നോക്കണം. കാരണം നമ്മൾ ഒരാളല്ല, രണ്ടുപേരാണെന്ന് ഓർമ്മ വേണം. പിന്നെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മാനസിക സമ്മർദ്ദം. നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, നെഗറ്റീവ് വാർത്തകളൊക്കെ കേട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് വൈകാരികമായിട്ട് പ്രതികരിക്കണം എന്ന് തോന്നി ഇതൊക്കെ നമ്മുടെ മറ്റൊരാൾക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക, നല്ല മ്യൂസിക്, പാട്ടൊക്കെ കേൾക്കാം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും ചില ആൾക്കാർ ഗർഭിണികൾ ഇങ്ങനെ വ്യായാമം ചെയ്യണം, ഗർഭിണികൾ അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ സുഖപ്രസവം നടത്തിയാൽ മതി, മന്ത്രവാദം അത് ഇതെന്നൊക്കെ പറയും. നിങ്ങൾ കൃത്യമായിട്ടൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായിട്ടുള്ള ഭക്ഷണം, കൃത്യമായിട്ടുള്ള വ്യായാമം, കൃത്യമായിട്ടുള്ള സ്കാനിങ്ങുകൾ ഇതൊക്കെ ചെയ്ത് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നീങ്ങിയാൽ മതി. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളിതൊന്ന് കെയർ ചെയ്യണം. നമ്മൾ ന്യൂ ജെന്നാണ്. എന്റെ സ്വഭാവങ്ങൾ പണ്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സ്ത്രീകൾ അമ്മമാര് പറഞ്ഞാൽ അതുപോലെ തന്നെ കേൾക്കും. ഇന്ന് കുറച്ച് പിടിവാശിക്കുള്ള കുട്ടികളുണ്ട്. പക്ഷെ നിങ്ങൾ ഒരാളല്ല, രണ്ടുപേരാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ നിർദ്ദേശങ്ങളിലൂടെ നിങ്ങളെ കണ്ട ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾ ഒരാളല്ല, രണ്ടുപേരാണ്. ഓക്കെ, താങ്ക് യു.